മനുഷ്യ അവതാരത്തെയാണ് നമ്മൾ ആരാധനാ ഭാവത്തിൽ കാണേണ്ടത്. ആ മനുഷ്യ അവതാരത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള തൃക്കാൽ പതിഞ്ഞ ഇടങ്ങളിൽ ആ വാമന ക്ഷേത്രങ്ങളുണ്ട്. ആ വാമന ക്ഷേത്രങ്ങളെ തികച്ചും ശ്രീകോവിലിൽ വെച്ച് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന, നമ്മുടെ മനസ്സിൽ വെച്ച് പൂജിക്കാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യ അവതാരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട അവതാരങ്ങളാണ് പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള വ്യക്തിത്വത്തിൽ ആയതുകൊണ്ടാണ് നമ്മൾ അവരെ പൂജിക്കുകയും ആരാധിക്കുകയും ദൈവതുല്യമായി കാണുകയും ചെയ്യുന്നത്. അതെ, അപ്പൊ ഞാൻ ദൈവതുല്യമായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. ദേവതുല്യം ആരാധിക്കുവാൻ കഴിയുന്നത് ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഇപ്പൊ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പരശുരാമന്റെ കാര്യം പറഞ്ഞില്ലേ, വാമനാവതാരത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വാമനനെ നമ്മൾ അങ്ങനെ തന്നെ കാണണമല്ലോ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യൻ സർവ്വതിനെയും സംരക്ഷിക്കുന്നവനായി ചുമതലപ്പെട്ടവനായിട്ട് മാറുവാനും അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ആരാധനാഭാവത്തിൽ കാണുകയും വേണം.